വർഷത്തോളം പഴക്കമുള്ളൊരു ചായക്കട ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോരാല്ലായിരുന്നു ഏട്ടാ. ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അവരെ കേപ്പബിൾ ആക്കുന്ന തരത്തിൽ നമ്മളിവിടെ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അതുപോലെ മിക്സിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ ഞങ്ങളിനി വരിക്കാശ്ശേരി മനയിൽ നേരെ പോണത് കൽപ്പാത്തി അഗ്രഹാരത്തേക്കാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കൽപ്പാത്തി. അപ്പൊ കൽപ്പാത്തി കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നമുക്ക് കൽപ്പാത്തിയിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഒലവക്കോടോ അറിയില്ല. ഇത് ഒലവക്കോടല്ലേ? മേപ്പറമ്പ്, പാലക്കാട് മേപ്പറമ്പിലുണ്ട് നമ്മള്. അപ്പൊ നമ്മള് കൽപ്പാത്തി അഗ്രഹാരത്തേക്ക് പോവാന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് അഗ്രഹാരമൊക്കെ ഒന്ന് കണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതേപോലെ അവിടെ ഒരു ടീ കട ഉണ്ട്, 100 വർഷത്തോളം പഴക്കമുള്ളൊരു ചായക്കട ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോരാല്ലായിരുന്നു ഏട്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ പുറത്തു കൂടെ ഒക്കെ ഒന്ന് ആ ഒരു സ്ഥലത്ത് അതിനെ ഒരു എക്സ്പീരിയൻസ്, അഗ്രഹാരം എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ കാണുന്ന ആ ഒരു അഗ്രഹാരം നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെയായിട്ടപ്പോ പോകണേ. ഏകദേശം നമ്മൾ എത്താനായി. മാപ്പിൽ ഇപ്പൊ ഒരു 3 കിലോമീറ്റർ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള, അങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോവാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ കുറച്ച് പേര് അതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പോവല്ല, കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണല്ലായിരുന്നു ഏട്ടാ. മുകളിലുള്ള മലയൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള. അപ്പൊ റെയിൽവേ ക്രോസ് ഒക്കെ കടന്ന് നമ്മൾ പോവാണ്. കൽപ്പാത്തിയിലേക്ക് ഇപ്പോൾ 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മള് കൽപ്പാത്തിയിലേക്ക് വന്നേക്കാണ്. സ്വാഗതം എന്നൊക്കെ എഴുതി പറഞ്ഞ് നമുക്ക് ബോർഡൊക്കെ കാണാം. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വഴി വന്ന പോലെ ഒരു ഓർമ്മ തോന്നും. നമ്മൾ മുന്നേ കണ്ട പോലെ ചില സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ, ഈ വഴി നമ്മൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ ഒരു ഫീല്. പക്ഷെ ഈ വഴി വന്നിട്ടില്ല, ഹാലൂസിനേഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അഗ്രഹാരത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇങ്ങനെ അടുത്തടുത്ത് വീടുകളുള്ളതാണ് ഈ അഗ്രഹാരങ്ങള്. അതായത് ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചേ. പണ്ട് കാലത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണ അല്ലേ കുടിയേറിയ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇതിൽ ഇങ്ങോട്ട് കുടിയേറ്റം വന്ന ആ ഒരു ഇതൊക്കെയാണ്. ഉണ്ടോ വീടുകൾ, പണ്ടത്തെ വീടുകൾ നല്ല. ഒരു വീടിന്റെ ചുമര് മറ്റൊരു വീടിന്റെ ചുമരായിട്ടാണ് വരുന്നത്. അങ്ങനെ കാണണം നമുക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോ? അല്ലല്ല, ഇത് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അതെ, എല്ലാ വീടിന്റെ മുറ്റത്തുണ്ട് കോലം വരയ്ക്കാൻ. ഒരു രാവിലെ കണ്ടോ കോലം വരച്ചിട്ടുണ്ട്. രാവിലെ ചേച്ചിമാരോ കുട്ടികളൊക്കെ ആണ് കോലം വരച്ചിടുക. എല്ലാ വീടിന്റെ മുറ്റത്തുണ്ട് കേട്ടോ കോലം വരച്ചിട്ടേക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു അതാ ലക്ഷ്മി ചായക്കട. അതാണോ ലക്ഷ്മി എന്നാണ് ആ ചായക്കടേന്റെ പേര്. ഇവിടെ എവിടെയോ ആണ്. ഇതല്ല, അത് ലക്ഷ്മി സ്റ്റോർ. രഥം, കൽപ്പാത്തി രഥാഘോഷമൊക്കെ ഫേമസ് ആണ്. അതിനുണ്ടാവുന്ന രഥമാണ് തോന്നുന്നത്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്.
നല്ല രസമുണ്ട് അല്ലേ? ചുറ്റിനും വീട്, റോഡിന്റെ 2 സൈഡും വീടുകളും അമ്പലവും. അത് വീട് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളില്ലേ? എല്ലാം 2 നിലയാണ്, 2 നില വീടുകളാണ്. ഒരു ബാൽക്കണി ഒക്കെ ആയിട്ട് അല്ലേ? അതെ, ഭംഗി. ഇവിടെ ഇപ്പം ഈ റോഡൊക്കെ ഭയങ്കര ശാന്തമായി കിടക്കുകയാണ്. വെയിലായതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും പുറത്തില്ല. രാവിലെയൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോണ ആൾക്കാരൊക്കെ പുറത്തുണ്ടാകും. നമ്മളിവിടെ ഒരു ചായക്കട അന്വേഷിച്ചായിട്ട് വന്നേ, പക്ഷെ അത് ഓപ്പൺ ആണോന്നും അറിയില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ലീവുള്ള ദിവസമല്ലേ, റിപ്പബ്ലിക് ഡേ. ഓപ്പൺ ആണോ എന്തോന്നും അറിയത്തില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു കോഫി ഷോപ്പ് 4:30 ഓപ്പൺ ആക്കുള്ളൂ. ഇപ്പം 3:22 ആയിട്ടുള്ളൂ. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. ഇനി ഗൂഗിളിൽ കാണിക്കുന്ന പോലെയാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ആ ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഈ ചെറുത് ലക്ഷ്മി കോഫി ആൻഡ് ടീ സ്റ്റോള്. 120-100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു കോഫി ഷോപ്പാണ്. ഗ്ലാസ് എന്താത്ത തന്നെ. അപ്പോൾ അരുണേട്ടൻ ആ ഒരു ടീ ഷോപ്പിനെ, കോഫി ഷോപ്പിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ. ഈ ഷോപ്പിലെ കോഫി നല്ല അടിപൊളി, കോഫി ടീ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ് കേട്ടോ ഇവിടെ നിന്ന് നല്ലൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു നെയ് റോസ്റ്റ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു, വീഡിയോ എടുത്തോട്ടെ, നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യല്ലേ വരുള്ളൂ, പാര മീൻസ് ഒഴിക്കല്ലുള്ളൂ. ഇതിൽ കുറച്ച് അധികം നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റാണ് കേട്ടോ. നെയ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് നല്ലൊരു തേങ്ങാ ചട്ടനിയും, പിന്നെ ഇതൊരു മുളക് പൊടി പോലത്തെ ഒരു പൊടി ചാലിച്ചിട്ടുള്ളൊരു ചട്ടനിയായിരുന്നു കേട്ടോ. ആ ഒരു ചട്ടനിയെക്കാട്ടിനും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് കളറുള്ളതാണ്. പക്ഷേ ചട്ടനീനേക്കാളും എടുത്ത് പറയേണ്ടത് നമുക്ക് അവിടുത്തെ ചായയും അതുപോലെ തന്നെ നെയ് റോസ്റ്റും ആയിരുന്നു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ആ ഒരു തേങ്ങാ ചട്ടനി വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളുണ്ടാക്കുന്ന ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. പക്ഷേ രസമുണ്ട്. എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് ആവില്ലല്ലോ മറ്റുള്ളവരുടെ ടേസ്റ്റ്. പക്ഷേ കോഫി, ചായ, അതുപോലെ നെയ് റോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി അഗ്രഹാരത്തിൽ വന്ന് ആ ലക്ഷ്മി സ്റ്റോറല്ല, ലക്ഷ്മി കോഫി ആൻഡ് ടീ എന്ന് പറയുന്ന ആ ഷോപ്പിൽ പോയി നല്ല മുരിഞ്ഞ നെയ് റോസ്റ്റും നല്ല കോഫിയും കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. അതെ, പക്ഷെ ഇത്രയും ദൂരം വരണം, വന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പാലക്കാടൊക്കെ വരുന്ന വഴിക്ക്, പാലക്കാട് കണ്ടിലും പോണ വഴിക്കൊക്കെ ഈ ഒരു കൽപ്പാത്തി വഴിയൊക്കെയാണ് പോകണമെങ്കിൽ ഈവനിങ്ങിൽ 4:30 തൊട്ടേ ഓപ്പൺ ആവുള്ളൂ. രാവിലെ എത്ര മണി വരെ? 10 മണി വരെ? അത് എത്രയെന്ന് അറിയില്ല. ഈവനിങ് 4 മുതൽ 7 മണി വരെ, 4:30 മുതൽ 7 മണി വരെ തോന്നുന്നു. അത്രേ ഉള്ളൂ. ഒരു വീട് തന്നെ, ആ വീടിന് മുന്നിലാണ് ചെറിയൊരു ടീ ഷോപ്പ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാകുന്ന നെയ് റോസ്റ്റ്. അതെ, നെയ്യിലാണ് റോസ്റ്റ് ചെയ്തിരിക്കണം, അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞങ്ങള് നേരെ എങ്ങോട്ടാ? ഇനിയിപ്പോ നമ്മള് തിരിച്ച് തൃശ്ശൂരാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മുമ്പേ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. അവിടെ പോയിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ നേരെ പഴയന്നൂരാണ്. അപ്പൊ നമ്മള് തൃശ്ശൂർ ഹൈവേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്ലാസ്സിൽ കുറച്ച് ഡസ്റ്റ് കൂടുതലാണ്, കാരണം ഒന്ന് നിർത്തി വാഷ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. ആ വെള്ളം കൂട്ടി തുടച്ചതിന്റെ ഒരു പാടാണത്. നല്ലൊരു വ്യൂ കേട്ടോ, സൂര്യനത് അസ്തമിക്കാനായി.
പാലക്കാടിലെ ലുലു മോള്. അതിന് മുന്നേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങനെ പോരുന്നേ കൊണ്ട്. നമ്മളിവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ കാണണമെന്നാണ് ചേട്ടനുണ്ടായിരുന്നേ. ചേട്ടനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് പ്രിയാൻറ്റീൻ്റെ അവിടെ പോവാന്ന് വിചാരിച്ചു. ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് പഴയനൂര് പോണ വഴിക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്, നമ്മുടെ 2 ചാനലും കാണുന്ന ചേട്ടനാണ്. അപ്പൊ പാലക്കാടിന്റെ പെരുമ വിളിച്ചു വരുന്ന നെൽപ്പാടങ്ങൾ കേട്ടോ. നമ്മളവിടെയൊക്കെ നെല്ല് കൊയ്തു, ഇവിടെയൊക്കെ നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കാണ് പാടൊക്കെ. ഈ ഒരു ഭംഗി, അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പാലക്കാടിന്റെ നെൽപ്പാടങ്ങളും അതിന് നടുവിലൂടെ മനോഹരമായ ഹൈവേ, സായാഹ്നം, ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു ടൈം ഒരു പ്രത്യേക ടൈമാണ് കേട്ടോ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കറക്റ്റ് ടൈമാട്ടോ. അതേപോലെ ലൈറ്റ് ആയിട്ട്. അങ്ങനെ ഇന്നത്തെ സൂര്യൻ ഏകദേശം അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചമൊക്കെ പോയി, ഒരു ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു കണക്കൂട്ടൽ കുറച്ച് ഒരു ഇരുട്ടാവട്ടെ നമ്മൾ പ്രിയാൻറ്റീൻ്റെ വീട്ടിലെത്തുമ്പോൾ. അമ്മേൻ്റെ ചേച്ചിയാണ്, അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ വേറെ റൂം എടുക്കണ്ടെന്ന് വിചാരിച്ച്. ഹെവി ബസ് ലൈൻ 5 അല്ല 6. ഓക്കെ, ലൈൻ ഉണ്ടായിരുന്നോ? ആണോ? സാരല്ല, നമുക്ക് അറിയാത്തോണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രിയാൻറ്റീൻ്റെ വീട്ടിൽ വൈകുന്നേരം എത്തിയിരുന്നു. പക്ഷേ വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്താൽ വരുന്ന വഴിയൊക്കെ കാണിച്ചാലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. 1-2 വീഡിയോസ് അന്ന് എടുത്ത 1-2 വീഡിയോസ് മിസ്സിങ് ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് കാരണമാണ് ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഞങ്ങൾ രാവിലെ എണീച്ചപ്പോൾ മയിൽ വന്നിട്ടുണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്തെ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ കാണിക്കുന്നതോട് ഒരു കാര്യം കൂടെ പറയാം. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ. ആൻറ്റിയൊക്കെ ഞങ്ങളെല്ലാവരും മലപ്പുറത്താണ്, ആൻറ്റിയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ആൻറ്റി മാത്രമൊക്കെ ഉള്ളൂ ഇത്ര ദൂരത്തുള്ളത്. അപ്പോൾ മലപ്പുറത്തേക്ക് വരണം, നമ്മുടെ അമ്മേൻ്റെയൊക്കെ അടുത്ത് തന്നെ വന്ന് നിൽക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്ഥലം വിറ്റിട്ട് പോരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള. പക്ഷേ സ്ഥലം വിൽക്കാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഈ സ്ഥലത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു 20-30 മീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെയാണ് വഴി. അതുവരെ പഞ്ചായത്ത് റോഡ് വന്നിട്ട് പിന്നെ ഈ വഴിയിലേക്ക് കയറുന്ന കുറേ ആളുകളുടെ വീട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ റോഡിലൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഫോറസ്റ്റിനുള്ളിലൂടെയാണ് വരുന്നത് കൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വഴി എന്നൊരു പ്രശ്നം. വഴിയുണ്ട്, വണ്ടി വീട്ടിലേക്ക് വരും, കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വഴി അവിടേക്ക് ലീഗലി ഒരു വഴിയില്ല എന്ന് വേണേൽ പറയാം. ഇതൊരു പ്രശ്നം മാത്രമാണ് അതിനകത്ത് ഉള്ളത്. ഒരുപാട് വീടുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ആ വഴിയാണ് ഉപയോഗിക്കുന്നത്. പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് സ്ഥലം. അതായത് ഫാമൊക്കെ നടത്താൻ വേണ്ടി പന്നി ഫാമോ പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ അങ്ങനെ എന്തെങ്കിലും ഫാമുകൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. റബ്ബറാണുള്ളത്, തൈ റബ്ബറും ഉണ്ട്, അല്ലാത്ത വെട്ടുന്ന റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പ്ലാവ്, മാവ്, അങ്ങനെ എല്ലാം ഉള്ള അടിപൊളി ഒരു കൃഷി സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. പക്ഷേ കൃഷിയും ചെയ്യുമ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഈ മയിലിൻ്റെയും മലയണ്ണാൻ്റെയൊക്കെ ശല്യമുണ്ട്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃഷിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കാതെ. പക്ഷേ ഫാം നടത്താൻ അടിപൊളി സ്ഥലമാണ്, നല്ലപോലെ വെള്ളം കിട്ടുന്ന അടിപൊളിയാണ്. ചെറിയൊരു കുളം തന്നെ ഉണ്ട്, ചെറിയ ആഴൽ, തീരെ ആഴമില്ലാത്തൊരു കുളം, പക്ഷേ അതിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുളം ഉണ്ടാക്കാൻ പറ്റും വെള്ളത്തിന്, അതൊന്ന് വലുതാക്കിയാൽ തന്നെ. അപ്പോൾ അത് വലുതാക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടും, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആൻറ്റീൻ്റെ നമ്പറൊക്കെ തരാം, അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റും. ഇത് എളനാട് എന്നുള്ള സ്ഥലത്താണ്, പഴയന്നൂർ നിന്ന് കുറച്ചുകൂടി വന്നു കഴിയുമ്പോൾ എളനാട് എന്നുള്ള സ്ഥലത്താണ്. നല്ല നെൽപ്പാടങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഇന്നലെ പാലക്കാട് നിന്ന് നമ്മൾ തൃശ്ശൂർ എത്തിയിരുന്നു. തൃശ്ശൂർ നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു 10 മണി ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ തൃശ്ശൂർ കവർ ചെയ്തിട്ടില്ല, തിരിച്ചു വരുന്ന വരവിലാട്ടോ നമ്മൾ തൃശ്ശൂർ എടുക്കാൻ പോണത്. കുതിരാൻതുരങ്കം എത്തിയിട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളം പോവാണ്. തൃശ്ശൂരിലെ കാഴ്ചകളൊക്കെ തിരിച്ചു വരുമ്പോഴാട്ടോ നമ്മൾ എടുക്കുക.
കുതിരാൻ തുരങ്കത്തിനുള്ളിൽ കൂടെയാണ് പോണത്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ മാളയിൽ ഒരു സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, ചേട്ടൻ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ ദിവസമാണുള്ളത്, അപ്പോൾ അതിനിടയിൽ നിന്ന് അങ്ങോട്ട് വരലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം എന്താ അറിയോ, എല്ലാവരോടും എവിടെയെങ്കിലും വന്ന് നിൽക്കാനോ ടൈം പറയാനോ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞങ്ങളുടെ പ്ലാനിങ്ങും ഒന്നും കൃത്യമായിരിക്കില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന സമയത്തോട് എത്തുന്നത്, ആരോടും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും പറയാറ്, ഞങ്ങളെ വിളിക്കുമ്പോൾ ലൊക്കേഷൻ അയച്ചേക്കുന്നതാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ ആളുകളോട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എത്താൻ പറ്റാതെയും അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കുന്ന സമയമൊക്കെ നമുക്ക് വരും. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ലൊക്കേഷൻ കൊടുക്കുക, അവരെ ലൊക്കേഷൻ മേടിച്ച് അവിടെ ജസ്റ്റ് കുറച്ച് കിലോമീറ്ററിലെങ്കിൽ നമുക്കൊന്ന് ടേൺ ചെയ്ത് പോയി കാണാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് കണ്ട് അങ്ങനെ പോകാൻ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മാളയിലേക്ക്, നമ്മുടെ ഹൈവേ ഇറങ്ങി മാളയിലേക്കുള്ള റോഡിലേക്ക് ഒന്ന് കയറി പോകുന്നതാണ്. നമ്മുടെ സ്കൂളിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ യാത്രകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറേ ആളുകളെ കാണുക, സ്നേഹം, സന്തോഷം. ഇതിപ്പോ കണ്ടില്ലേ നമ്മളെ വിളിക്കുക. ഓരോ ആൾക്കാർ നമ്മുടെ നമ്പർ കണ്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ നമ്മളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ ചേട്ടന്റെ അടുത്ത് നമ്മൾ എത്താനായി കേട്ടോ. മാള കഴിഞ്ഞ് ഏകദേശം ഒരു 800 മീറ്റർ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പൊ എത്താണ് നമ്മളെ കാണണം എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ. ഹായ് സുമി. ഹായ്. അപ്പോൾ നമ്മളെ സ്കൂളിലേക്ക് കടന്നപ്പോഴാട്ടോ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഡി സോൺ കലോത്സവം എന്ന് പറഞ്ഞാൽ അവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ അവിടെ ചെന്നിട്ട്. വേറൊരു സബ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ ചെയർമാനാണ്, ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് ജോൺസൺ. പറഞ്ഞാൽ കേരളം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം 3 വർഷം കഴിഞ്ഞാണ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ കൊറോണ ടൈം ആയിരുന്നു, ക്വാറന്റൈൻ, എവിടെയും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അപ്പോൾ 6 വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാട്ടിൽ വന്ന മാറ്റങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മലാവി എന്ന് പറഞ്ഞൊരു പൂർ കൺട്രിയാണ്. അപ്പോൾ നമ്മുടെ ഒരു 30 വർഷം നമ്മൾ പുറകിലാണ് അവിടെ അവർ ഉള്ളത്. പുറകിലേക്കാണ് ആ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ശരിക്കും നമ്മുടെ കേരളത്തിലെ വില്ലേജുകളിലെ പുല്ലുമേഞ്ഞ വീടുകൾ അങ്ങനെയൊക്കെയാണ്, സ്കൂളുകളില്ല. അപ്പോൾ അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 6 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് കാസർഗോഡ് നിന്ന് ഇവിടെ വരെ. അപ്പം ഞങ്ങൾ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് നമ്മളെക്കാളും മികച്ച റോഡുകളാണ് അവിടെ ഉള്ളതെന്ന്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വന്ന സമയത്ത് അത് മാറി. ഞങ്ങൾ ആദ്യം പറഞ്ഞ വീഡിയോ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. റോഡുകൾ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെറിയ റോഡുകളിലൂടെ കയറിപ്പോയി നോക്കും. സിറ്റി എപ്പോഴും ഇല്ല, കോൺക്രീറ്റ് ചെറിയ റോഡുകളാണ് അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നെങ്കിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. മലയോര ഹൈവേ എന്ന് പറഞ്ഞിട്ട് റോഡുകളാണ്. അതെ. സാറിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അമൽ ജെ വടക്കൻ. ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അമൽ സാറിനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സാറ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ സാറ് ഈ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ അക്കാദമിക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ സ്കൂൾ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 2000-ലാണ്. അന്ന് 135 സ്റ്റുഡൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 3000 സ്റ്റുഡൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. നമുക്ക് കിൻഡർ ഗാർഡൻ തൊട്ട് ഇവിടെ പ്രീ കെ ജി മുതൽ +2 വരെ സ്കൂളിൽ, അതിനുശേഷം പിന്നെ കോളേജാണ്. കോളേജിൽ B.Pharm, D.Pharm, എഞ്ചിനീയറിംഗ്, MBA, പോളിടെക്നിക്, ആർട്സ് ആൻഡ് സയൻസ്, ഇത്രയും കോളേജുകളും ഫാർമസി കോളേജ് ഉൾപ്പെടെ 5 കോളേജും സ്കൂളും കൂടി ചേർന്നിട്ടുള്ള ക്യാമ്പസാണ് നമ്മുടെ. വിദേശത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുത്തെ? എല്ലാം ഉണ്ട്. നമ്മുടെ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഏകദേശം ഒരു 200+ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഹോസ്റ്റൽസ്. പിന്നെ നമുക്ക് സ്കൂളിൻ്റെ കുറച്ച് പ്രത്യേകതകളൊന്ന് കാണാം.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ലാബ്. അതുപോലെ 2 ലാബാണ് നമ്മുടെ സ്കൂളിലുള്ളത്. നമ്മൾ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ കോഡിങ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അവരെ കേപ്പബിൾ ആക്കുന്ന തരത്തിൽ നമ്മളിവിടെ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അതുപോലെ മിക്സിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കാര്യങ്ങളും മാഡാണ് അതിൻ്റെ ഇൻചാർജ് വരുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് പഠിപ്പിക്കുക കുട്ടികളെ? ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് അവരുടെ വീഡിയോ എഡിറ്റിംഗ് ബേസിക്സ് ആദ്യം പഠിപ്പിക്കും. കുറെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അത് അവർക്കൊരു കരിക്കുലം ഫോളോ അത് ഷൂട്ടിംഗ്, എഡിറ്റിംഗ് ഒരു കരിക്കുലം ഫോളോ ചെയ്തിട്ടാണ് ഇത് പോകും. പിന്നെ നമുക്കിവിടെ ട്രൈപോഡ്സ് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, പിന്നെ ഗ്രീൻ സ്ക്രീൻ, അതിൻ്റെ എല്ലാ ടെക്നിക്കും ഓരോ ചാപ്റ്റർ വൈസ് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അത് അവർ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഇതൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ടോ? സബ്ജക്റ്റ് ആയിട്ട് ഒരു പീരീഡാണ്. അത് പീരീഡ് ആണല്ലേ? എക്സാംസ് ഒക്കെ ഉണ്ടാവും അതിന്? എക്സാമിന് അവർ വീട്ടിൽ പോയി ഇതേ സംഭവം അവരുടെ ഐഡിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേഡ് ചെയ്യും. റിട്ടേൺ എക്സാം തിയറി ഒന്നുമില്ല, പ്രാക്ടിക്കലി അവർ ചെയ്ത് കാണും. ഒരു ഇതുകൂടെ ഉണ്ട്, നമ്മുടെ സ്കൂളിന് സ്വന്തമായിട്ടൊരു റേഡിയോ ഉണ്ട്. ഇത് 24 hours പ്രവർത്തിക്കുന്ന റേഡിയോ ആണ്. ഇത് കുട്ടികളുടെ പ്രോഗ്രാംസ് എയർ ചെയ്യും. അതുപോലെ ഗസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂസ്, അവർക്കൊരു ആങ്കറിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോളിഗ്രേസ് റേഡിയോ. ഇത് നമുക്ക് റേഡിയോയിൽ ഇത് കിട്ടും? അത് എങ്ങനെയാണ്? നമുക്ക് ആപ്പ് വഴിയായിട്ട് ലോകത്തിൽ എവിടെ നിന്നായാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പാരൻസ് ആയാലും വിദേശത്ത് ജോലി ചെയ്യുന്ന പാരൻസിനും അവരുടെ മക്കളുടെ പ്രോഗ്രാംസ് ഈ ആപ്പ് വഴിയായിട്ട് കേൾക്കാൻ പറ്റും. ലൈബ്രറി ഏകദേശം ഒരു 14,000 ബുക്സ് നമുക്ക് ഇവിടെ കളക്ഷൻ ഉണ്ട്. അറ്റ് പ്രസൻറ്റ് കളക്ഷൻ ഉണ്ട്. എല്ലാ ടൈപ്പ് ബുക്സും കുട്ടികൾക്ക് റെഫറൻസിന് വേണ്ടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സും ഇവിടെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചണും ക്യാൻറ്റീനും എല്ലാം കൂടെ ഉള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന അടുത്ത കിച്ചണാണ് കേട്ടോ. KG സെഷൻ, ഇരുപത്തഞ്ച് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഇതാണ്. നമ്മൾ ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് ഡീസോൺ കലോത്സവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു സ്കൂൾ കാണിക്കാനുള്ള ഒരു ഇതുമായിട്ട് വന്നതല്ല, നമ്മുടെ ഹരിച്ചേട്ടനെ കാണാൻ വേണ്ടി വന്നത് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പോഴാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്കൂളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ചേട്ടൻ ആ സ്കൂളിലെ സ്കൂൾ ബസ് ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ അവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കണ്ടു. നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടൻ്റെ സൈക്കിളാട്ടോ. ഒരു വണ്ടി ഉണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുവന്നേ. അപ്പോൾ ഇത് നമ്മുടെ ഹരിയണ്ണനാണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, പ്രോഗ്രാമൊക്കെ നടക്കുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ അതിനുശേഷം സ്കൂളും ഇവിടുത്തെ അക്കാദമിക് നിലവാരങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളൊന്ന് കണ്ടു, മനസ്സിലാക്കി. അപ്പോൾ ഇവിടുന്ന് വിദേശത്ത് നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട് പഠിക്കാമെന്ന് പറയുന്നുണ്ട് അവർ. അപ്പം അത് കാരണം ഞങ്ങൾ സ്കൂളിൽ ഇതിൻ്റെ ഫെസിലിറ്റികളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ചേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രം വന്നിയാണ്. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. ഇതുപോലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഒരു ഇതുകൊണ്ട് മാത്രം വന്നിട്ട് ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ റോഡിൽ ഇത്രയും ദൂരം കയറി വന്നത്. ഒരുപാട് സന്തോഷം. സന്തോഷമല്ലേ? ഞാനത് ഭയങ്കര ഡൗട്ട് അടിച്ചു ആഫ്രിക്കയുടെ ഒരു സംഭവം കണ്ടപ്പോ. പിന്നെ ആയിക്കോട്ടെ. നേരത്തെ കണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു മോനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹരിച്ചേട്ടനും. അപ്പോൾ എന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ എടപ്പള്ളിയിലേക്കാണ് പോണത് ഇപ്പോൾ. അപ്പം അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം ഒരുപാട് സമയം അവിടെ സ്പെൻഡായി. കാരണം നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോക്കൊന്നും പോയതല്ല കേട്ടോ. അവിടെ ജസ്റ്റ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഇതേപോലെ സ്കൂളാണെന്നും പിന്നെ ഇവിടെ അങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത്. പിന്നെ ആ ചേട്ടൻ നമ്മളെ അത്രയും സ്നേഹത്തോടെ നമ്മുടെ സ്ഥലം കൊണ്ട് കാണിക്കാൻ വന്നു നമ്മളത്. അതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അത്രയും വാല്യൂ തരുന്ന സബ്സ്ക്രൈബർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അത് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പലരും പറയും അതിപ്പോൾ പ്രൊമോഷൻ വീഡിയോ എടുത്തല്ലേ എന്നൊക്കെ പറയും. എനിവേ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കുഞ്ഞു കുട്ടീനെ പഠിപ്പിച്ച് അവനെ ഒരു പ്രൊഫഷണലായി മാറ്റുന്ന രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെ അവിടെ യൂട്യൂബർ ആകാൻ കൂടെ അല്ലേ
ഒരു കുഞ്ഞു കുട്ടീനെ യൂട്യൂബർ ആകാൻ വേണ്ടി, അവനെ ഒരു പ്രൊഫഷണൽ യൂട്യൂബർ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അതുവരെ 3ാം ക്ലാസ് മുതലുള്ള കുട്ടീനെ പഠിപ്പിക്കേണ്ടതെന്ന് പറയണം. അങ്ങനെ ഞങ്ങൾ മാളേന്ന് ഇറങ്ങി ഇപ്പൊ എറണാകുളത്ത് അത്താണിയിൽ വന്ന് കേറാണ് അല്ലേ? അതെ, അത്താണി ഹൈവേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ചോറും മീനൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ചിറങ്ങി. ഇവിടുന്ന് നമ്മൾ നേരെ എങ്ങടാ? എടപ്പള്ളി അല്ലേ? എടപ്പള്ളി.